Hey, what's up guys? Sri here and എന്തെന്ന് വെച്ചാൽ ലെറ്റ്സ് ടോക്ക് അബൌട്ട് CMF വാച്ച് 3 Pro. ഇനി ആദ്യമേ പറയാനുള്ള ഇതൊരു എക്സ്റ്റെൻസീവ് തറോ റിവ്യൂ ആണ്. ഇതൊരു യൂസർ റിവ്യൂ ആയിട്ട് കണ്ടത്. അത് മോർ ഓഫ് എ സ്പെക്സും ടെക്നിക്കൽ സ്പെസിഫിക്കേഷനും ഒക്കെ വെച്ചല്ലേ പറയുന്നത്. ഇത് ഇറങ്ങിയപ്പം 6999, പിന്നെ 7999, പിന്നെ 8000-ലേക്കൊക്കെ പോയി, പിന്നെ അത് 10 രൂപയ്ക്കൊക്കെ അടുപ്പിച്ച് വന്ന് പ്രൈസിങ് ഉണ്ട്. പക്ഷെ ഇപ്പോൾ സ്റ്റേബിൾ ആയിട്ട് 6999 ഉണ്ട്. ആ പ്രൈസിൻ്റെ റേഞ്ചിന് എങ്ങനെ ഉണ്ട് ഈ സാധനം എന്ന് ചോദിച്ചാൽ ഗൈസ്, ഐ റിയലി ലൈക്ക് ഇറ്റ്. എനിക്ക് നല്ല ഒരു ഓൾറൗണ്ടർ കിടിലം വാച്ചാണ്. പക്ഷേ എല്ലാവർക്കും ഉള്ളതല്ല. അതിൻ്റെ ആദ്യത്തെ ഉത്തരം പറയാൻ തന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, എനിക്ക് സ്മാർട്ട് വാച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാനിത് ഉപയോഗിക്കുമോ എന്ന് ചോദിച്ചാൽ പ്രോബബ്ലി നോ. അതിന് മേജറായിട്ടൊരു റീസൺ ഉണ്ട്. മേജറായിട്ട് ഒറ്റ റീസണേ ഉള്ളൂ. ദാറ്റ് ഇസ്, ഇത് ഭയങ്കര വലുതാണ്. എൻ്റെ ഭയങ്കര എന്താ പറയണ ലീൻ റിസ്റ്റ് വിടുന്നവർ ഇച്ചിരി കൂടെ അത്ലറ്റിക് ആയിട്ട് ആ ഒരു മൂഡായ എൻ്റെ കൈ ഒരു ചെറിയ ലീൻ റിസ്റ്റ് ഉള്ളവർക്ക് ദിസ് ഈസ് അബൌട്ട് 47 mm. ഭയങ്കര ഹ്യൂജ് ജൈഗാൻറ്റിക് സാധനമാണ്. ഓൾമോസ്റ്റ് എൻ്റെ കയ്യിൽ ഇതിടുമ്പം വൃത്തികേടായിട്ടു. എൻ്റെ ഒരു 6 ഇഞ്ചിന് താഴെ വരുന്ന ഒരു സൈസ് വരും. കറക്റ്റ് എനിക്ക് മെഷർ ചെയ്തിട്ട് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇട്ടേക്കാം. പക്ഷെ ഞാൻ ഫോർ റെഫറൻസ് അല്ലെ ഒരു കമ്പാരിസണകത്ത് എൻ്റെ ഒരു സാധാ 40 mm അല്ല 38 mm വാച്ച് ഞാൻ ഡെയിലി ഇടുന്നതും അതും ഇതും കൂടെ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് കാണിക്കുവാണെങ്കിൽ ഇതെന്തോരം വലുതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ. ഓൾമോസ്റ്റ് ലൈക്ക് ചെറിയൊരു ക്ലോക്ക് കൈ കെട്ടിക്കൊണ്ട് നടക്കുന്ന ഫീൽ. പക്ഷേ ഇത് നിങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് അത്യാവശ്യം വലിയ വാച്ചസ് ഒക്കെ ഇഷ്ടം അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഗൈസ് ഒരു പെർഫെക്റ്റ് കോംബോ ആണ്. ഈ വട്ടം CMF ചെയ്തെന്ന് വെച്ചാൽ കഴിഞ്ഞ വാച്ച് 2 Pro എടുത്ത് ഇതിനകത്ത് വാച്ച് 2 Proൻ്റെ ഒരു ഐഡന്റിക്കൽ ഒരു യൂണിക് സാധനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബസ്സിൽ മാറ്റി ഓരോരോ ഷേപ്പ് ഓരോരോ കളറൊക്കെ ഇട്ട് ഭയങ്കര ഫണ്ണായിരുന്നു. ഈ വട്ടം അതെടുത്ത് കളഞ്ഞു. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ എനിക്കറിയാം കാരണം ഉണ്ട്. അതിന് പകരം ഒരുപാട് ഇച്ചിരൂടെ എന്താ പറയുക ഹെൽത്ത് റിലേറ്റഡ് അല്ലെ എക്സസൈസ് റിലേറ്റഡ് അല്ലെ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്ത ഇതിനകത്ത് ഹാർട്ട് റേറ്റ് മോണിറ്റർ ഒക്കെ ഇപ്പം 4 ഒപ്റ്റിക്കൽ സെൻസറൊക്കെ ഉള്ള എന്തോ ഹൈ ക്വാളിറ്റി ഹൈ റേറ്റഡ് ഹാർട്ട് റേറ്റ് സെൻസർ. ആൻഡ് ഐ ഹാവ് ടു ടെൽ യു, എൻ്റെ വീട്ടിൽ ആപ്പിൾ വാച്ച് ഉണ്ട്, ഗാലക്സി വാച്ച് അൾട്ര ഉണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കമ്പാരിസൺ ചെയ്തപ്പോൾ ടു ദ ഡോട്ട് അതിൻ്റെ കൂടെ തന്നെ വരുന്ന ആക്യുറസി ലെവലായി. എൻ്റെ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഒക്കെ പീക്കിലെത്തിക്കോ CMF. അതിൻ്റെ ട്യൂണിങ്ങും അതിൻ്റെ കൗണ്ടും കാര്യങ്ങളും ഒക്കെ ഭയങ്കര രസമാണ്. പിന്നെ രണ്ടാമത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ വർക്കൗട്ട്സ് ഇതിന് അടിപൊളിയാണ്. വർക്കൗട്ട് ജിമ്മിലൊക്കെ പോകാനാണ് ഇട്ടുകൊണ്ട് പോകാൻ ഒരു രക്ഷയില്ല. ഹാർട്ട് റേറ്റ് ആയിക്കോട്ടെ, കാലറി കൗണ്ട് ആയിക്കോട്ടെ, അതെല്ലാം നിങ്ങൾക്ക് ടോപ്പായിട്ട് കിട്ടും. ഞാൻ പൊതുവേ ജിമ്മിൽ സ്മാർട്ട് വാച്ച് ഇടുന്ന ഒരാളാണ്. അപ്പം ഇതിട്ട് നോക്കിയപ്പോഴും എനിക്ക് പൊതുവെ കിട്ടുന്ന നമ്പേഴ്സ് ഐ നോ അതിൻ്റെ നമ്പേഴ്സ് ആക്യുറേറ്റ് ആണോ ഇല്ലയെന്ന്. ഇത് ഭയങ്കര ആക്യുറേറ്റ് നമ്പേഴ്സാണ്. എത്ര ടൈം, എത്ര റെപ്പ്, കാര്യങ്ങളെല്ലാം നമുക്ക് കൗണ്ട്, കാര്യങ്ങൾ, ഡ്യൂറേഷൻ, ഇൻറ്റൻസിറ്റി, പുഷ് ചെയ്ത് ഏത് സോണിലാണ് ട്രെയിൻ ചെയ്തത് എല്ലാം നമുക്ക് പ്യുവർ പ്രോപ്പർലി മനസ്സിലാക്കാം. പിന്നെ അടുത്തൊരു കാര്യം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഹെൽത്ത് ഫിറ്റ്നസ് റിലേറ്റഡ് കാര്യങ്ങൾ പറയാം. ഇതിനകത്ത് ഇച്ചിരിയുടെ റണ്ണിങ് റിലേറ്റഡ് ഫീച്ചേഴ്സ് ഉണ്ട്. ഐ ആം ആൻ എൻഡ്യൂറൻസ് അത്ലീറ്റ്. റണ്ണിങ് ഹരമാണ്. അതുകൊണ്ട് ഞാനിത് കിട്ടിയപ്പോൾ തന്നെ ഒരു 10 km റൺ അല്ല 12 km റൺ ചുമ്മാ കൂട്ടുകാരനോട് ഓടാൻ പോയി. ഭയങ്കര സോൺ 2 റണ്ണായിരുന്നു. ഭയങ്കര റിലാക്സ് സ്പേസിലായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഡുവൽ ഫ്രീക്വൻസി ബാൻഡ് GPS ഉണ്ട്. എന്നാലും ഇതിൻ്റെ GPS ട്രാക്കിങ് എനിക്ക് ഭയങ്കര ആക്യുറേറ്റ് ആയിട്ട് തോന്നിയില്ല. ഇതൊരു 12 km റൺ കഴിഞ്ഞു. ആൻഡ് ഇതിൻ്റെ ഡേറ്റ അത്ര ആക്യുറേറ്റ് അല്ല കമ്പയർറ്റീവ് ടു ടൈറ്റൻ്റെ എടുത്തപ്പോൾ എത്രയും ഗൈസ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ചിൽ ഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സാണ്. റണ്ണിങ്ങിന് എനിക്ക് തോന്നുന്നു ഇച്ചിരിയുടെ ബെറ്റർ മെട്രിക്സും കാര്യങ്ങളൊക്കെ ടൈറ്റൻ്റെ സെലസ്റ്റർ എടുക്കുന്നതാണ്. ബാക്കി ജിം വർക്കൗട്ട്സ് ഒക്കെ ഞാൻ ചെയ്തു, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് ടു ദ ഡോട്ട് പക്കയാണ്. ഹാർട്ട് റേറ്റിനൊന്നും ഒരു വിഷയമില്ല, ഭയങ്കര അടിപൊളി ടു ദ ഡോട്ട് പക്ക മോണിറ്ററിങ് ആണ്. സോ കുഴപ്പമില്ല, റണ്ണിങ്ങിന് ഗുഡ്. പക്ഷേ ഇച്ചിരി ജിം ഗൈ ആണെങ്കിൽ ഈവൻ ബെറ്റർ. റണ്ണിങ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ വാച്ച് നോക്കുകയാണെങ്കിൽ ടൈറ്റൻ്റെ സെലസ്റ്റർ എടുക്കുക. ഇച്ചിരി ട്രസ്റ്റഡ് ആണ് ഡിസ്റ്റൻസിന് GPS ട്രാക്കിങ്ങിലും എല്ലാത്തിലും. പക്ഷേ നൺ ഓഫ് ദ റെസ്റ്റ് ബാക്കിയുള്ള എനിക്ക് വേണ്ട റണ്ണിങ് റിലേറ്റഡ് ഡേറ്റാസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഓഫ്കോഴ്സ് ഇത് പോറോസോ ഗാർമിനോ ഒന്നും അല്ലെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് അത് കിട്ടത്തുമില്ല. സോ അതിൻ്റെയൊക്കെ കാര്യത്തിന് എനിക്ക് പറയുന്നത് ഫിറ്റ്നസ് റണ്ണിങ് റിലേറ്റഡ് കാര്യത്തിനകത്ത് ഈ പ്രൈസ് റേഞ്ചിനകത്ത് ഏറ്റവും അടിപൊളിയാണ്. ഒരു കുഴപ്പമില്ല. ചെറിയൊരു നോട്ട് എന്ന് പറഞ്ഞാൽ ഈവൻ ദോ ഈ പ്രൈസിൽ അവർക്ക് ഡുവൽ ബാൻഡ് ഫ്രീക്വൻസി GPS കൊടുത്തെങ്കിലും ഇച്ചിരി കൂടെ ആക്യുറസി മേ ബി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിൽ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ബാക്കി ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇതിനൊന്നും ആയിരിക്കും നിങ്ങൾ CMF വാച്ച് മേടിക്കുന്നത്. വാച്ച് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രം ദ UI
എല്ലാം ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. CMF Watch 2 Pro വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇച്ചിരി സ്മൂത്ത്, ആ ഫ്ലോലെസ് ഫീൽ ഇച്ചിരി കിട്ടുന്നുണ്ട്. അനിമേഷൻസ് ഒക്കെ ഇച്ചിരി എന്താ ബെറ്റർ ഒക്കെ ഉണ്ട്. പിന്നെ ഈ സർക്കുലർ ഡിസ്പ്ലേയുടെ അകത്തുള്ള ബെസൽസ് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് ഓൾമോസ്റ്റ് സൂപ്പറായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഒരു സ്മാർട്ട് വാച്ച് എക്സ്പീരിയൻസിനെ കുറിച്ച്. സ്ലീപ്പ് ട്രാക്കിംഗ് ഭയങ്കര ആക്യുറേറ്റ് ആണ്. സ്ലീപ്പ് ട്രാക്കിങ്ങിനെ കുറിച്ച് എനിക്ക് എടുത്ത് പറഞ്ഞ് നിങ്ങളെടുത്ത് വെറുപ്പിക്കാനൊന്നുമില്ല, ടു ദ പോയിന്റ്. അത്യാവശ്യം ഞാൻ സ്ലീപ്പ് ട്രാക്ക് എനിക്ക് വാച്ചിട്ട് ഒരിക്കലും കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത ഒരാളാണ്. ഐ ട്രൈ ദാറ്റ്. പക്ഷേ എനിക്ക് മനസ്സിലായത് എൻ്റെ ഓൺലൈൻ റിസർച്ച് ഒക്കെ നോക്കുക, ഓറാ റിങ്ങും ഫിറ്റ്ബിറ്റ് റിങ്ങും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം സൂപ്പർ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ് ഇതിന് കിട്ടുന്നത്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ബാറ്ററി ലൈഫ്. ഇവിടെയാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഞാൻ ഇതിൻ്റെ ഒക്കെ ഇടയിൽ ഇപ്പോൾ റിവ്യൂ പറയുന്നത് കഴിഞ്ഞ 2-3 ദിവസം ഭയങ്കര ബിസി ആയിട്ട് ഹെൽത്ത് റിലേറ്റഡ് കാര്യത്തിനായിട്ട് കിംസിലൊക്കെ ആയിരുന്നു. സോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് ഒരു ലൈക്ക് അല്ലെങ്കിൽ ഹൈപ്പ് ബട്ടൺ ഒന്ന് ഞെക്കിയെങ്കിൽ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയതിനെ. പ്ലീസ് ആ ഹൈപ്പ് ബട്ടൺ ഒന്ന് ഞെക്കിയെങ്കിൽ ഒന്നാ ചാനൽ ഡൗൺ ആയിട്ടിരിക്കും, നിങ്ങളുടെ ഹെൽപ്പ് എനിക്ക് വേണം. അപ്പം പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ബാറ്ററി ലൈഫ് ഭയങ്കര അടിപൊളിയാണ്. ഓൾമോസ്റ്റ് നിങ്ങൾക്കൊരു 4 to 5 days ഓഫ് ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. ആൻഡ് അതിന് ഒരു രക്ഷയില്ല കേട്ടോ. ആ 5 days ഓഫ് ബാറ്ററി ലൈഫ് ഞാനൊരു മിക്സ്ഡ് യൂസേജ്, ഞാൻ എല്ലാം ഒന്നും അങ്ങനെ ഓഫ് ചെയ്തിട്ടൊന്നും യൂസ് ചെയ്തില്ല. ഒരു സാധാരണ ആളെങ്ങനെ ഉപയോഗിക്കുന്നു അതേപോലെ ഉപയോഗിച്ച്. ഒരു കാര്യം പറയാം, ഞാൻ ഒരുപാട് ജിം പുഷ് വർക്കൗട്ട്സോ അതേപോലെ GPS ട്രാക്കിങ്ങോ ഒന്നും ആ സമയത്ത് യൂസ് ചെയ്യില്ല. കാഷ്വൽ ആളെ എങ്ങനെ യൂസ് ചെയ്യുന്നു, സ്റ്റെപ്പ്, സ്ലീപ്പ്, നോട്ടിഫിക്കേഷൻസ്, കണക്ട്, അങ്ങനത്തെ കാര്യത്തിനും കോൾ എടുക്കുന്നതൊക്കെ കാര്യത്തിൽ, കോൾ കാണുന്നതൊക്കെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു 5 days കിട്ടും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കണക്ട് എക്സ് എന്ന് പറഞ്ഞ ആപ്പ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് സൈഡിൽ ഇട്ടേക്കാം. അതിനകത്ത് നിങ്ങൾക്ക് ഇപ്പം ഇത് മാറ്റണേലും വാച്ച് ഫേസ് മാറ്റണേലും അതൊക്കെ ഇൻസ്റ്റൻറ്റ് റെസ്പോൺസസാണ്. ഇൻസ്റ്റൻറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള ഇൻസ്റ്റൻറ്റ് റെസ്പോൺസസാണ്. ഞാൻ വാച്ച് ഇവിടെ കാണിക്കാം. ഫോണിനകത്ത് ഇപ്പം ഞാൻ ഒരു വാച്ച് ഫേസ് മാറ്റുകയാണെങ്കിൽ വിത്തിൻ എ ടാപ്പ് ഒരു 3 to 4 to 5 seconds ഡിലേ പോലും നേരവും ഇല്ല. അത്രയ്ക്ക് ഇൻസ്റ്റൻറ്റ് റെസ്പോൺസീവാണ്. ഐ റിയലി ലവ് ഇത്ര റെസ്പോൺസ് വേണം. അതിനെക്കുറിച്ച് നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് ട്രാക്കിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലോണം ഡേറ്റാസ് കാര്യങ്ങളൊക്കെ കിട്ടും. ഞാൻ ഹെൽത്ത് സെക്ഷനിലേക്ക് ഇട്ട്, ഫോർ എക്സാമ്പിൾ ഞാൻ റീസെൻ്റ് ആയിട്ട് ഔട്ട്ഡോർ റണ്ണെന്ന് എടുത്താൽ 1050 calories ബേൺഡ്, 1.5 മണിക്കൂർ, 11.45 kilometer എനിക്ക് റൂട്ട് കാണിക്കാൻ പറ്റും. ആവറേജ് സ്പീഡ്, എനിക്ക് എത്ര ട്രെയിനിങ് കംപ്ലൈൻസ് റേറ്റ് ഉണ്ട്, പെർഫോമൻസ് ഉണ്ട്. അതേപോലെ എൻ്റെ ഫാസ്റ്റസ്റ്റ് പേസ് പെർ കിലോമീറ്റർ, അതിൻ്റെ ആവറേജ് പേസ് പെർ കിലോമീറ്റർ, അതിൻ്റെ ഹാർട്ട് റേറ്റ്, മാക്സിമം ഇൻ്റർവെൽസ്, എയറോബിക് എൻഡ്യൂറൻസ്. എയറോബിക് എൻഡ്യൂറൻസ് ഈ ഡേറ്റ ഒക്കെ അത്യാവശ്യം ഒരു അത്ലീറ്റിൻ്റെ എൻഡ്യൂറൻസ് അത്ലീറ്റ് പുഷ് ചെയ്യുന്നവരൊക്കെ നല്ല. പിന്നെ എൻ്റെ VO2 max ലെവൽസ് 47 അല്ല, ഹയർ ഫേക്കാണെന്ന് തോന്നുന്നു, 47. എൻ്റെ VO2 max ലെവൽസ്, അതേപോലെ തന്നെ സ്ട്രെങ്തും, അനേറോബിക് ട്രെയിനിങ് ലോഡ്, റിക്കവറി ടൈം ഇസ് വെരി ആക്യുറേറ്റ്. എനിക്ക് ഭയങ്കര റിക്കവറി ടൈം വേണ്ട ഒരു ബോഡി ആയിട്ടോ എൻ്റെ, അതെനിക്കറിയാം. അത് അത്യാവശ്യം ആക്യുറേറ്റ് ആണ്. സോ എല്ലാ രീതിയിലും നിങ്ങൾക്ക് കിടിലം സമ്മറി, ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഇതിൻ്റെ ആപ്പിനകത്ത് കിട്ടും. ഓൾ അറൗണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ദിസ് ഈസ് എ റിയലി ഗുഡ് സോളിഡ് ആയിട്ടൊരു സ്മാർട്ട് വാച്ച്, ഒരു അസിസ്റ്റൻറ്റ് വാച്ചാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്, ഡിസ്പ്ലേ സൂപ്പർബാണ്, അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്, കയ്യിൽ ഇടാനൊക്കെ രസമുണ്ട്. പക്ഷേ വലിയൊരു വാച്ചാന്ന് പറഞ്ഞ കൺസേൺ അത് നിങ്ങൾക്ക് വർക്കൗട്ട് ആണെങ്കിൽ ഇത് വർക്കൗട്ട് ആവും. ഹെൽത്ത് റിലേറ്റഡ് ഫീച്ചേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഒരു കാര്യം അങ്ങനെ മിസ് ഔട്ട് ചെയ്തില്ല. I'm in love with this watch. So guys, it's Sri here. Talk to you guys later. Love you. Bye-bye.